മലയാളികൾക്ക് എപ്പോഴും ഒരു കോൺഷ്യസ് ഉണ്ട്. കാരണം ടിൻ സിലിണ്ടർ എഞ്ചിൻ അല്ല, ഇതിന്റെ ബെൽറ്റ് അല്ല, ഇത് ഹാർലി തന്നെയാണോ, ഇത് ഹീറോയുടെ വണ്ടിയാണോ? എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ, ട്രയംഫ് പോലുള്ള, ഹാർലി പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഇന്ത്യൻ കമ്പനീസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ബൈക്കിന്റെ വെഞ്ചേഴ്സ് റിസർച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? പിന്നെ ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 3000 ആണ് ഇതിന്. MBD തന്നെ പറയുന്നുണ്ട് ബൈക്ക് ഓടിക്കണമെങ്കിൽ. ആ സമയം ഫ്രണ്ടിലെ ടെലസ്കോപ്പിക് ആയിട്ടുള്ള നമ്മുടെ ഷോക്ക് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട് നമുക്ക് പരിചയപ്പെടുത്താൻ. അതാണ് ഈ വണ്ടിയുടെ ബ്രേക്കിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എങ്കിലും ഒന്നും കൂടി നമ്മളൊന്ന് ഓർമ്മിക്കുകയാണ്. നമ്മൾ ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഹാർലി ഡേവിഡ്സൺ X440 ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. ഓൾറെഡി ഈ വണ്ടിയുടെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഈ വണ്ടിയുടെ ഒരു ആഫ്റ്റർ സർവീസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ചാനലിൽ മുന്നേ ചെയ്ത വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത് തന്നെ സർവീസിന് ശേഷം നമ്മൾ ഈ വണ്ടിയെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ഹാർലി ഡേവിഡ്സൺ പോലൊരു ബ്രാൻഡ് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം ആയിട്ട് പറയുന്നത് ഇതിന്റെ ഒരു സർവീസ് കോസ്റ്റും ഇതിന്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് പോലുള്ള കോസ്റ്റ് ആണ് ഇതിന്റെ പ്രശ്നം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസിന് വന്ന കോസ്റ്റ് എത്രയാണ്, അതുപോലെ തന്നെ ഇതിന്റെ കംഫർട്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ്. നമ്മൾ 750 കിലോമീറ്ററിലാണ് ഹാർലി ഡേവിഡ്സന്റെ ഫസ്റ്റ് സർവീസ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് സർവീസിനെ നമുക്ക് ഇതിന് പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം, ഒപ്പം തന്നെ ഇതിന്റെ ചെയിൻ ലൂബ്രിക്കേഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും ഓയിൽ ചേഞ്ച് ആണ്. നമുക്ക് അറൗണ്ട് ഒരു 3000 ആണ് ഇതിന്റെ ഫസ്റ്റ് സർവീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സർവീസ് കോസ്റ്റിന് ശേഷം നമുക്ക് അടുത്തത് പരിശോധിക്കേണ്ടത് ഈ വണ്ടിയുടെ കംഫർട്ടിനെ കുറിച്ചാണ്. വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാണ്, ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. മാത്രമല്ല ഈ വണ്ടിയുടെ ഒരു ടോർക്ക് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണണം. അതേപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല കാര്യത്തിൽ ഇതിന്റെ കംഫർട്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് ഈ വണ്ടി പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലർ യൂസിനാണെങ്കിലും ഒരു റൈഡിനാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്രൂയിസ് കം റോഡ്സ്റ്റർ ബൈക്ക് തന്നെയാണ് ഹാർലി. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടോർക്ക് തന്നെയാണ്. അതായത് ഏത് ഗിയറിലായാലും വണ്ടി വളരെ ടോർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് നമുക്ക് അനുഭവിച്ചു തരണമെങ്കിൽ നമ്മൾ ഹൈവേയിലാണെങ്കിലും റെഗുലർ റോഡിലാണെങ്കിലും നമ്മളൊരു ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്കത് കയറി പോകുന്നത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഓടിച്ച് തന്നെ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റെല്ലാ ബൈക്കിനെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു ടോർക്ക്, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്ലസ് പോയിന്റ് തോന്നിയിട്ടുള്ള അടുത്തൊരു പോയിന്റ്. പിന്നെ നമുക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം ഈ വണ്ടിയുടെ ഹീറ്റിംഗ് ഇഷ്യൂനെ കുറിച്ചാണ്. എന്നാൽ ഈ വണ്ടി നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വണ്ടി ഓയിൽ കൂൾഡ് എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു സംഭവമേ ഈ വണ്ടിക്കില്ല. അത് എത്ര കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്താലും നമുക്ക് ഒരു തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല. മാത്രമല്ല ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ലോക്കൽ ഓട്ടത്തിനൊക്കെ നമ്മൾ ചിലപ്പോൾ മുണ്ടൊക്കെ എടുത്ത് നമ്മൾ വണ്ടി ഓടിച്ചു വരും. അങ്ങനെ എങ്ങനെ വേണമല്ലോ നമുക്കൊരു ഓഫീസ് യൂസോ റെഗുലർ യൂസോ റൈഡോ എത്ര കിലോമീറ്റർ നമ്മൾ പോയാലും ഈ വണ്ടിക്ക് യാതൊരു വിധത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് ഈ എഞ്ചിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. ഈ വണ്ടിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത കണ്ടാ ഇതിന്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റിൽ തന്നെ ഹാർലി ഡേവിഡ്സന്റെ ഈ ഒരു ബ്രാൻഡിങ് ആണ്. അത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള സംഭവം തന്നെയാണ്, വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള സാധനം. മാത്രമല്ല നമ്മുടെ ഈ ബ്രാൻഡിന്റെ ഒരു മറ്റുള്ളവർക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വളരെ യുണീക്കാണ്. അത് ഈ വണ്ടിയുടെ മാത്രം ഒരു ഓൺ യൂണീക്നെസ് ഇതിനുണ്ട്, ഭയങ്കര ഭംഗിയുണ്ട്. നല്ല ഓവറും അല്ല, അത് രക്ഷയില്ലാത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ റോഡ് പ്രസൻസ് തന്നെയാണ്. അതായത് ഈ വണ്ടിയായിട്ട് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഒരു അട്രാക്ഷൻ, ഒരു പ്രസൻസ് എന്തായാലും ഈ വണ്ടി നോക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഈ വണ്ടി ഹാർലി ഡേവിഡ്സൺ X440 ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതിലാണ് ഇത്തരത്തിലുള്ള ഡയമണ്ട് കട്ട് അലോയും ഈ തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് ആണ്, നമ്മളെ റോഡിൽ ശ്രദ്ധിക്കപ്പെടും. അപ്പൊ നമ്മള് റിവ്യൂല് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമുണ്ട്, ഞാൻ പറയാതെ തന്നെ ചിലർ ഇപ്പോൾ ചോദിക്കാൻ വന്നിരിക്കാം, അത് ഇതിന്റെ സൗണ്ട് ആയിരിക്കും അല്ലെ. നമുക്ക് ഹാർലി ഡേവിഡ്സന്റെ X440 എക്സോസ്റ്റ് നോട്ട് ഒന്ന് നിങ്ങൾ കേൾക്കും, എന്നിട്ട് ഞാൻ പറയാം. നമ്മുടെ ഈ ഹാർലി ഡേവിഡ്സൺ X440 നമ്മുടെ സിഗ്നേച്ചർ എക്സോസ്റ്റ് നോട്ട് കിട്ടൂല്ലേ എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ X440
അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും നമ്മുടെ ഹാർലി ഡേവിഡ്സന്റെ സിഗ്നേച്ചർ സൗണ്ട് അത് തന്നെയാണ് ഈ വണ്ടിയുടെ സൗണ്ട്. വണ്ടിയുടെ റൈഡിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ ടോർക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്, നല്ലൊരു അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, എഫർട്ട്ലെസ് ആയിട്ട് വളരെ എർഗണോമിക്സ് ഉള്ള ഒരു വണ്ടിയാണ്. ഒപ്പം തന്നെ ഒരു 120 to 150 കിലോമീറ്ററിൽ വളരെ ഈസി എഫർട്ട്ലെസ് ആയിട്ട് ക്രൂസ് ചെയ്താൻ പറ്റുന്ന ഒരു വണ്ടിയാണത്. പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ഒരു റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ നമ്മൾ വെയർ ചെയ്യണം. പക്ഷെ അതില്ലെങ്കിൽ കൂടി വളരെ ലോങ്ങും നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രൂസ് ചെയ്താൻ പോകുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ S440. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാർലി ഡേവിഡ്സന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു പോയിന്റ് ഇതിന്റെ ഷോക്ക് അബ്സോർബർ ആണ്. അത് റൈഡർക്ക് കുഴപ്പമില്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇത് കുറച്ച് ഹാർഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പില്യൺ റൈഡർക്ക്. അപ്പൊ കുറച്ചുകൂടി നല്ലൊരു വെച്ചാൽ ഇത് മോശം എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്, ഹൈവേയിലൊക്കെ ഇത് പക്കയാണ്. എന്നാൽ ഓഫ് റോഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി നല്ല ഒരു ഷോക്ക് അബ്സോർബർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. അതൊരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയാൻ തോന്നി. രണ്ടാമത് വരുന്നത് ഈ ഒരു ബാക്ക് റെസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാണ്, വളരെ ടോർക്ക് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് ഒരു ടോപ്പ് എൻഡ് മോഡലിൽ കമ്പനി ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ആയിട്ട് ഇത് കൊടുക്കാമായിരുന്നു. അപ്പൊ മെറ്റീരിയലൊക്കെ അവർ തരുന്നത് പോലെ. കാരണം എപ്പോഴും പില്ലിന് ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് വെക്കുന്നത് തന്നെയാണ്. കാരണം വണ്ടി നല്ലൊരു ടോർക്ക് ആയതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്കൊരു 2500 ഏകദേശം അത്രയും രൂപ ചെലവ് വരുന്നുണ്ട്. പിന്നെ ഫിറ്റിംഗ് ചാർജ് അടക്കം മറ്റ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി കമ്പനിക്ക് തരാമായിരുന്നു. കാരണം ഈ വണ്ടി ഒരു 4 lakhന്റെ അടുത്ത് വരുന്ന ഒരു വണ്ടിയാണ്. സ്വാഭാവികമായിട്ടും മെറ്റീരിയലൊക്കെ ചെയ്യുന്നത് പോലെ ടോപ്പ് എൻഡ് മോഡലിൽ അവർക്ക് ഇത് കൊടുക്കാമായിരുന്നു. നമ്മൾ ഈ വാഹനം ഏകദേശം ഒരു 2000 കിലോമീറ്ററിന് അടുത്ത് നമ്മൾ റൈഡ് ചെയ്തു. പല ടെറൈനിൽ നമ്മൾ റൈഡ് ചെയ്തു. ഹൈ റേഞ്ചിൽ റൈഡ് ചെയ്തു, ഓഫ് റോഡ് റൈഡ് ചെയ്തു, ഹൈവേയിൽ റൈഡ് ചെയ്തു. എല്ലാം മികച്ച അനുഭവമാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പിച്ചിരുന്നല്ലോ ഇതിന്റെ ബാക്കിലെ ഒരു ഷോക്കപ്പിനെ കുറിച്ച് കുറച്ചുകൂടി നല്ലത് വേണമെന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞിരുന്നു. ആ സമയം ഫ്രണ്ടിലെ ടെലസ്കോപ്പിക് ആയിട്ടുള്ള നമ്മുടെ ഷോക്ക് അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. പിന്നെ മറ്റൊരു കാര്യം, അതിന്റെ തൊട്ട് ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു പാർട്ട് ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് തന്നെ ചെയ്താൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ എഞ്ചിന് അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡിക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ ക്രാഷ് ഗാർഡ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്യാവശ്യം നല്ലൊരു ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് ഗാർഡ് തന്നെ നമ്മൾ വെക്കണം. കാരണം ഇപ്പൊ ഈ ക്രാഷ് ഗാർഡ് കണ്ടില്ലേ, നമുക്ക് അടുത്തേക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ എന്താ പറയാ റേഡിയേറ്റർ ഗ്രില്ല്, എഞ്ചിൻ, അത്യാവശ്യം ബോഡി പാർട്ടിനൊക്കെ നല്ല രീതിയിലുള്ളൊരു കവറേജ് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പാർട്ട് കൂടി ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കും. ചെറിയൊരു വീഴ്ചയൊക്കെ നമുക്ക് പറ്റി സ്ലിപ്പായിട്ട്, അപ്പോൾ നമുക്ക് ഫുള്ളി ഈ വണ്ടിയുടെ സപ്പോർട്ട് ഇതിലിരുന്നു. വേറെ ഒന്നും നമുക്ക് പറ്റിയില്ല വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് ഗാർഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങണം. അതാണ് എൻ്റെ ഒരു നിർദ്ദേശം. പിന്നെ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഒരു കോൺഷ്യസ് ഉണ്ട്. കാരണം നമ്മുടെ ഗിയർ ലിവറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കോൺഷ്യസിനെ കുറിച്ച് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമുക്ക് കുറച്ചുകൂടി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്തുക്കൾ ധരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് ആയിട്ടുള്ള ഷൂ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഗിയറിൽ ബാക്കിലേക്കുള്ള പോർഷൻ ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗിയർ മാറ്റാൻ സ്വാഭാവികമായിട്ട് നമ്മളൊരു ബ്രാൻഡഡ് ഷൂ ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു തോട്ട് നമുക്കുണ്ട്. പക്ഷെ ആക്ച്വലി ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൊടുക്കാൻ ഒരു റീസൺ ഉണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള പവർഫുൾ ആയിട്ട് ഒരു ബൈക്ക് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റൈഡിങ് ഗിയേഴ്സ് ഇൻക്ലൂഡിങ് ഒരു നല്ല റൈഡിങ് ഷൂ അടക്കം നമ്മൾ വെയർ ചെയ്തിട്ട് ഓടിക്കാൻ പാടുള്ളൂ. MBD തന്നെ പറയുന്നുണ്ട് ബൈക്ക് ഓടിക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു ഷൂ ധരിച്ചിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഷൂ ധരിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ഒരു ബ്രാൻഡഡ് ഷൂ ധരിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. പോയിന്റ് നമ്പർ 1. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ബാക്കിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റെസ്റ്റിംഗ് പൊസിഷനിൽ ഈ വണ്ടി ഓടിക്കാമായിരുന്നു, നമ്മുടെ ഷൂവിന് കുഴപ്പം വരില്ല. പക്ഷേ ഈ വണ്ടി അങ്ങനെ ഓടിക്കേണ്ട വണ്ടിയല്ല. അതുകൊണ്ടായിരിക്കും കമ്പനി ഇത്തരത്തിലൊരു ഗിയർ സിസ്റ്റം വെച്ചിട്ടുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് 440cc ആണ്. ഒപ്പം തന്നെ ഹൈലി ടോർക്ക് ആയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിട്ട് വണ്ടി ഓടിക്കേണ്ട ഒരു ആവശ്യം ഇതിനുണ്ട്. ഗിയർ ചേഞ്ചിങ്ങും അതിന്റെ കൃത്യമായിട്ടുള്ള ബ്രേക്കിങ്ങും ഒക്കെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും കമ്പനി ഇത്തരത്തിലൊരു സിസ്റ്റം വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളതൊരു നെഗറ്റീവായിട്ട് കാണണ്ട, അതൊരു സേഫ്റ്റി ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഒപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള വണ്ടി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല റൈഡിങ് ഗിയേഴ്സ് ഇൻക്ലൂഡിങ് റൈഡിങ് ഷൂ അടക്കം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പൊതുവായിട്ട് പറയാനുള്ളത്, ഈ വണ്ടിയെ കുറിച്ച് നമുക്ക് കേൾക്കുന്ന ചില കാര്യങ്ങളാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ വണ്ടി ഒരു ടിൻ സിലിണ്ടർ എഞ്ചിൻ അല്ല, ഇതിന്റെ ബെൽറ്റ് അല്ല,
ഇത് ഹാർലി തന്നെയാണോ, ഇത് ഹീറോയുടെ വണ്ടിയാണോ എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ നമ്മുടെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ. പക്ഷെ ഈ വണ്ടി മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കറിയാം ഈ വണ്ടിയുടെ ക്വാളിറ്റി, ഈ വണ്ടിയുടെ ബ്രാൻഡിങ് ഇത് ഹാർലി തന്നെയാണ്. കാരണം ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഇന്ത്യൻ കമ്പനീസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ബൈക്കിന്റെ സെയിൽ വളരെ കൂടുതലുള്ളതുകൊണ്ടും ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ബ്രാൻഡിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒരു അഫോർഡബിൾ ബൈക്ക് കൊടുക്കുക എന്നുള്ള ജോയിന്റ് വെഞ്ചർ 10-15 വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ചുള്ള ഒരു സംഭവം റിസർച്ചാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ട്രയംഫ്, ബജാജ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അത്തരത്തിൽ ഹീറോ മോട്ടോക്രോപ്പായിട്ട് ഹാർലിയുടെ എഞ്ചിനീയേഴ്സ്, ഹാർലി കമ്പനി കൊളാബറേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിംഗിൾ സിലിണ്ടർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഈ ഹാർലി ഡേവിഡ്സൺ. സോ അത്തരത്തിലുള്ള ഡിഗ്രഡേഷൻ പറയുന്നവർക്ക് എനിക്ക് വേറൊന്നും പറയാനില്ല. ഇത് ഹാർലിയാണ്, നിങ്ങൾ ഇത് വാങ്ങാം, നിങ്ങൾ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ, ട്രയംഫ് പോലുള്ള, ഹാർലി പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഇന്ത്യൻ കമ്പനീസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ബൈക്കിന്റെ വെഞ്ചേഴ്സ് റിസർച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? അത് ഉത്തരം സിമ്പിൾ ആണ്. കാരണം നമ്മുടെ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥ, ഈ മിതമായിട്ടുള്ള ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥയിലാണ് ശരിക്കും ഒരു ബൈക്ക് റൈഡ് ചെയ്യുന്നൊരു ഏറ്റവും നല്ലൊരു കാലാവസ്ഥ നമ്മുടെ ഒരു രാജ്യത്തെ കാലാവസ്ഥയാണ്. യൂറോപ്പിൽ പോയവർക്കറിയാം അവിടെ മഞ്ഞുകാലത്ത് ബൈക്ക് പോയിട്ട് കാറ് പോലും മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ വെറും 4-5 മാസം മാത്രമാണ് അവിടെ ബൈക്ക് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. യൂറോപ്പിന്റെ പ്രശ്നം ക്ലൈമറ്റ് ആണെങ്കിൽ ഗൾഫ് പോലുള്ള കൺട്രികളിൽ ഹൈവേയിൽ ഒരു സ്പീഡ് ലിമിറ്റ് വളരെ പ്രശ്നമാണ്. ചെറിയ വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറയുന്നത് സേഫ്റ്റിയിൽ വളരെ പ്രശ്നമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള ട്രോപ്പിക്കൽ കൺട്രിയിൽ ഏറ്റവും നന്നായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ബൈക്ക് തന്നെയാണ്. അത് ഓഫീസ് യൂസ് ആണെങ്കിലും കോളേജ്, റെഗുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, ഒരു ഫാമിലി യൂസിന് പോലും നമ്മൾ ഇന്ത്യക്കാർ അതുകൊണ്ടാണ് ബൈക്ക് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഉപയോഗിക്കാൻ യൂറോപ്യൻ കൺട്രിക്കോ ഗൾഫിലോ നമുക്ക് സാധിക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഹാർലി ഡേവിഡ്സൺ പോലുള്ള കമ്പനിയുടെ ട്വിൻ സിലിണ്ടർ, വളരെ ഹെവി ആയിട്ടുള്ള, വളരെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് യൂറോപ്യൻ ബിൽഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള വണ്ടികളാണ്, ട്രയംഫ്, ഹാർലി പോലുള്ള വണ്ടികൾ. അതിനും ഒരു റീസൺ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൈമറ്റ് തന്നെയാണ്. യൂറോപ്പ് പോലുള്ള ഒരു തണുപ്പേറിയ രാജ്യത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ എഞ്ചിൻ പോലുള്ള പവർഫുൾ മെഷീൻസ് വെച്ച് ഹൈലി ഹീറ്റ് പ്രൊഡ്യൂസ് ആയിട്ടുള്ള ഈ സംഭവങ്ങൾ അവർക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഹീറ്റ് ഒരു വിഷയമുള്ള കാര്യമല്ല, അവർക്കൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ 6 മാസം മഴക്കാലം, മഞ്ഞ് അവിടത്തെ പോലും ഇല്ല. അപ്പൊ ഈ ഒരു ക്ലൈമറ്റിൽ ഹീറ്റ് നമുക്കൊരു പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ അവിടെ ഏറ്റവും നല്ലൊരു മാർക്കറ്റായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കാണുകയും, പ്രത്യേകിച്ച് നമ്മുടെ എക്കോണമി വളരെ ഗ്രോയിങ് ഒരു എക്കോണമിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജോയിന്റ് വെഞ്ചറുകൾ നടത്തി അവരുടെ മെഷീനെ ഇന്ത്യൻ കണ്ടീഷനിൽ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി അവരിവിടെ ബ്രാൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുറെ റിവ്യൂസ് തന്നെ കണ്ടിരുന്നു കുറെ വണ്ടികളുണ്ട്. നമ്മൾ ഹാർലി ഡേവിഡ്സൺ തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതും. നമ്മൾ അതിന്റെ കുറെ റിവ്യൂസ് കണ്ടപ്പോൾ കുറച്ച് പേരെങ്കിലും അതിൽ കമന്റിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ ഹാർലി ഡേവിഡ്സന്റെ ഈ ഒരു വയറിങ് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ ഇൻ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ഓണർഷിപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ പേഴ്സണലായിട്ട് അതൊരു ഇഷ്യൂവേ അല്ല. നമുക്ക് ഹാർലി ഡേവിഡ്സൺ നമ്മുടെ മൊബൈൽ ഒരു ആപ്പായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ QR കോഡാണത്. ഈ QR കോഡ് വെച്ച് നമ്മൾ നമ്മുടെ മൊബൈലിലെ ആപ്പുമായിട്ട് ഈ വണ്ടിയുടെ സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് ജിയോ ഫെൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. രണ്ട് വരുന്നത് ഇതിൻ്റെ SOS വാർണിംഗ്, അലാം ആയിട്ടുള്ള സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റം ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ SOS സിസ്റ്റം ഒന്ന് തുറന്നാൽ, ഇതല്ല, ഇതിൻ്റെ ലിഡ് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു റെഡ് ബട്ടൺ ഉണ്ട്, SOS എന്ന് എഴുതിയിട്ടുള്ള. ഇതാണ് SOSൻ്റെ വാർണിംഗ് സ്വിച്ച്. നമ്മുടെ വണ്ടി അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ SOS സ്വിച്ച് അമർത്തുകയാണെങ്കിൽ ഇതിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നമ്പറിലേക്ക് ഇതിൻ്റെ നമ്മുടെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ആ ഒരു നമ്പറിലുള്ള ഒരാൾക്ക് നമ്മുടെ വണ്ടി ഉള്ള ലൊക്കേഷൻ മനസ്സിലാക്കാനും അവിടേക്ക് എത്തിച്ചേരാനും പറ്റും, അല്ലെങ്കിൽ മറ്റൊരാളെ അറിയിക്കാനും പറ്റും. അത്തരത്തിലുള്ള ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞ സിസ്റ്റം ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ജിയോ ഫെൻസിങ്ങും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ QR കോഡ് വെച്ച് നമ്മുടെ ആ ഒരു ആപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ നമ്മളതിലൊരു പ്രത്യേക ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അത്തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു ഏരിയ വിട്ട് ഈ വണ്ടി പോകുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇതാണ് ജിയോ ഫെൻസ് എന്ന് പറഞ്ഞ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. അപ്പോൾ ഈ ജിയോ ഫെൻസിങ് വഴി നമ്മുടെ വണ്ടി ഒരാൾ മോഷ്ടിച്ച് കൊണ്ടുപോവുകയോ നമുക്കറിയാത്ത ഒരാൾ വണ്ടി എടുത്ത് കൊണ്ടുപോയി ചെയ്താൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ജിയോ മാപ്പ്, ആ ഒരു ലൊക്കേഷൻ വിട്ട് വണ്ടി മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മോഷണം രീതിയിലുള്ള പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഈ വണ്ടിക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത് ഏറ്റവും സൂപ്പറായിട്ടുള്ള അടിപൊളി ഫീച്ചറാണ് ജിയോ ഫെൻസിങ്. കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട് നമുക്ക് പരിചയപ്പെടുത്താൻ. അതാണ് ഈ വണ്ടിയുടെ കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BS6 നോം പാലിക്കുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ എമിഷൻ നോംസ് വരുമ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വരുന്ന പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസിനെ ഈ സിസ്റ്റം തന്നെ
മാറ്റി അത്തരത്തിലുള്ള ഗ്യാസ് നമ്മുടെ വണ്ടിയിൽ എമിഷനിലേക്ക് പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള മാറ്റിവിടുന്ന സിസ്റ്റമാണത്. അതുകൊണ്ട് തന്നെ എക്കോളജിക്കലായിട്ടുള്ളൊരു നല്ലൊരു സ്റ്റെപ്പാണ് ഈ വണ്ടിയുടെ. ബ്രേക്കിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എങ്കിലും ഒന്നും കൂടി നമ്മളൊന്ന് ഓർമ്മിക്കുകയാണ്. അതായത് നമ്മളൊരു റൈഡിങ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുള്ളൊരു സർവീസും കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണല്ലോ. ബേബ്രിയുടെ സിസ്റ്റമാണ് ഇതിൻ്റെ ഡ്യുവൽ ചാനൽ ABS വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ പവർഫുൾ ആയിട്ടുള്ളൊരു ടോർക്കിനെ കൃത്യമായിട്ട് എന്താ പറയുക കൺട്രോൾ ചെയ്യാനും വേണ്ട സമയത്ത് പിടിച്ചു നിർത്താനും ആവശ്യമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടൊരു ബ്രേക്കാണ്. ആ ഒരു ബ്രേക്ക് സിസ്റ്റം നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് അത് അതിഗംഭീരമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബ്രേക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് അറിയാനായിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ആഫ്റ്റർ നമ്മുടെ സർവീസിന് മുന്നിൽ നമുക്കൊരു 30-32 അതായത് 30-32 കിലോമീറ്റർ മൈലേജ് നമുക്ക് പെർ ലിറ്ററിന് കിട്ടിയിരുന്നു. ഇപ്പോഴും ഏകദേശം അല്ല അതേ മൈലേജാണ്, അതായത് ഒരു 30-32 ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസിന് ശേഷമുള്ള ഒരു മൈലേജ്. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ഹാർലി ഡേവിഡ്സൺ X440 ആഫ്റ്റർ സർവീസ് വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നിങ്ങൾ കാത്തിരിക്കുന്ന ബൈക്കിൻ്റെ വീഡിയോ ഇട്ട് ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ.